ആ കഅബാലയത്തിന്റെ മതാഫിൽ വെച്ചുകൊണ്ട് അവിടുത്തെ അനുചരന്മാര് ചോദിക്കുകയാ, എന്തേ നിങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിച്ചത്? ഇത്ര വലിയ സന്തോഷമെന്ത്? എന്താണ് അടയാളം കാണിച്ചു തന്നത്? മഹാനവറുകൾ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ, ഒരിക്കൽ ഞങ്ങൾ 4 പേര് പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്തേക്ക് കടന്നു വന്നു. 4 മഹാന്മാരായ സ്വഹാബികളുണ്ടല്ലോ, 4 പേരും കൂടെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്ത് സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലുകൊണ്ട് അലങ്കരിച്ച പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, അല്ലാഹുവിന്റെ അർശിന്റെ നേരെ താഴ്ഭാഗത്താണ് കഅബ ഇരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ നേരെ മധ്യഭാഗത്താണ് കഅബ ഇരിക്കുന്നത്. ആ കഅബാലയം അല്ലാഹുവിന്റെ മലക്കുകൾ പണിതു. എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ പ്രവാചകന്മാർ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി പരിശുദ്ധമായ ഈ ഭൂമിയിൽ അല്ലാഹുവിന്റെ അർശിന്റെ നേരെ താഴ്ഭാഗത്ത് ലോകത്താദ്യമായിട്ട് പണിത പള്ളിയാട് പരിശുദ്ധമായ കഅബാലയം. ആ കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്നിട്ട് 4 സ്വഹാബിമാര് 4 പേരും കൂടെ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. ഓരോ മനുഷ്യനും കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്നിട്ട് ഓരോ ആൾക്കാരും അവരുടെ മനസ്സിന്റെ ഉള്ളിലെ മോഹങ്ങൾ പറയുകയാ. 4 പേരും കൂടെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്ത് ചെന്നല്ലാ, കഅബയുടെ മുറ്റത്ത് ചെല്ലാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, മുത്തുനബിയാണ് പറഞ്ഞത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് ഉംറയ്ക്ക് വേണ്ടി പോകുമ്പോ ലോകത്തിന്റെ നേതാവ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറഞ്ഞു, തയ്യാറായി വരാൻ. അവിടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉംറയ്ക്ക് പോകുന്നതിന് വേണ്ടി ഒരുങ്ങിയിട്ട് മുത്തുനബിയുടെ മസ്ജിദുൻ നബവിയിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് എല്ലാവരോടും പറഞ്ഞു മുസാഫഹത്ത് ചെയ്യാൻ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാൻ. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രവാചകൻ അവിടെ നിന്ന് യാത്രയാക്കുകയാണ്. അവസാനം ഉമർ തങ്ങളെ യാത്രയാക്കുമ്പോ തന്റെ വാഹനത്തിന്റെ മുകളിലേക്ക് ഉമർ തങ്ങൾ ഉംറയ്ക്ക് വേണ്ടി ഒരുങ്ങിയിട്ട് യാത്ര തിരിക്കാൻ തുടങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്ന, ഉമറേ ലാ തൻസാനി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിട്ട് ലോകത്തിന്റെ നേതാവ് പറയുന്നു, ഉമറേ നീ നിന്റെ ദുആയിൽ എന്നെ കൂടെ ഓർക്കണേ ഉമറേ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ ഉമറേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണ് നിറയുകയാ. ആരാ പറയുന്നത്? ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് വിളിച്ചിട്ട് പറയുന്നത്, ഉമറേ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ, നിന്റെ ദുആയിൽ എന്നെ ഉൾപ്പെടുത്തണേ. അല്ലാഹുവേ, അവിടുത്തെ കണ്ണുകൾ നിറയുകയാണ്. നബിയേ, ഞാൻ ആരാണ് നബിയേ? ഈ ഉമറിനോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ തലയെടുക്കുന്നതിന് വേണ്ടി കടന്നുപോയ ഉമർ ഇബ്നുൽ ഖത്താബ് ആ ചോദ്യത്തിന് മറുപടിയായിട്ട് മുത്തുനബി പറഞ്ഞു, ഉമറേ നീ പോകുന്ന മണ്ണിന് വല്ലാത്ത മഹത്വമുണ്ട്, നീ പോകുന്ന കഅബയ്ക്ക് വല്ലാത്ത മഹത്വമുണ്ട്. ആ കഅബയുടെ ചുറ്റുഭാഗത്ത് പല സ്ഥലങ്ങളിൽ ദുആ ചെയ്താൽ ദുആയിക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. 11 സ്ഥലങ്ങൾ മഹാന്മാര് എണ്ണി എണ്ണി പറഞ്ഞു തരുന്നുണ്ട്. പരിശുദ്ധമായ കഅബാലയം, എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ആദ്യമായിട്ട് പരിശുദ്ധമായ കഅബാലയം കാണുമ്പോ അള്ളാന്റെ കഅബാലയമുണ്ടല്ലോ, ഇന്ന് വരെ പായിപ്പാട് പള്ളിക്കകത്തിരുന്ന് നിസ്കരിക്കുമ്പോ നേരെ നിന്ന കഅബാലയം, ജീവിതത്തിൽ ഫോട്ടോയിലല്ലാതെ ഒരിക്കൽ പോലും നീ കണ്ടിട്ടില്ലാത്ത കഅബാലയമുണ്ടല്ലോ. ആ കഅബാലയം നിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് നിന്റെ കണ്ണുകൊണ്ട് നേരിട്ട് കാണുമ്പോ സുബ്ഹാനല്ലാഹ്, അത് മനസ്സിനും അനുഭൂതി എന്നറിയുമോ? ആ പരിശുദ്ധമായ കഅബാലയത്തിന്റെ നേരെ ചെന്ന് ആ കഅബാലയം തന്റെ കണ്ണിന്റെ മുന്നിൽ ആദ്യമായിട്ട് കാണുമ്പോ ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് എന്ത് ചോദിച്ചാലും അല്ലാഹു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ.
കഅബാലയം ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുമ്പോ നിനക്ക് വേണോ എന്തു ചോദിച്ചാലും അല്ലാഹ് തരാമെന്നാ പറഞ്ഞത്. തന്റെ കണ്ണുകൊണ്ട് കഅബാലയം ഇങ്ങനെ കാണുമ്പോ കൊണ്ടുപോകുന്നവര് പറയും, ഒളിഞ്ഞു നോക്കല്ലേ, കഅബാലയത്തിന്റെ മുറ്റത്ത് ചെന്നിട്ട് പറയുമ്പോ കണ്ണുയർത്തിയാൽ മതി, നല്ലതുപോലെ കണ്ടുകൊണ്ട് ചോദിക്ക. കാരണം ഒരവസരമേ ഉള്ളൂ, ഒരു ചാൻസേ ഉള്ളൂ. അത് അല്ലാഹു വരം പോലെ ഓരോ മനുഷ്യനും കൊടുത്തിരിക്കുന്നതാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, കഅബാലയം കാണുമ്പോ റബ്ബിനോട് എന്ത് ചോദിച്ചാലും തരും. കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് ദുആ ചെയ്താൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഹജറുൽ അസ്വദ് ചുംബിക്കുമ്പോ ദുആ ചെയ്താൽ, മഖാം ഇബ്രാഹിമിന്റെ മുന്നിൽ നിന്ന് ദുആ ചെയ്താൽ, ഹിജ്ർ ഇസ്മായിലിനകത്ത് കയറി ദുആ ചെയ്താൽ, സ്വർണ്ണപ്പാത്തിയുടെ നേരെ താഴെ നിന്നുകൊണ്ട് ദുആ ചെയ്താൽ, സംസം വെള്ളം കുടിക്കുന്ന സമയത്ത് ദുആ ചെയ്താൽ, സഫയിൽ നിന്ന് ദുആ ചെയ്താൽ, മർവയിൽ നിന്ന് ദുആ ചെയ്താൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ദുആയിക്ക് ഇജാബത്ത് കിട്ടുന്ന സ്ഥലമാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, ആ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മതാഫിലിരുന്നു കൊണ്ട് 4 മഹാന്മാർ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. ഒന്നാമത്തെ മനുഷ്യനാരാ? മുസ്അബ് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു. ആ മനുഷ്യനാണ് കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്നുകൊണ്ട് പടച്ചവനോട് ആദ്യമായിട്ട് ചോദിക്കുന്നു, അല്ലാഹ്, ഇറാഖിന്റെ ഗവർണർ സ്ഥാനം എനിക്ക് മരിക്കുന്നതിന് മുമ്പേ തരണേ അല്ലാഹ്. മഹാനവറുകൾ അവിടുന്ന് ദുആ ചെയ്യുകയാ. മഹാനായ മുസ്അബ് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് ഇറാഖിന്റെ ഗവർണർ സ്ഥാനം എനിക്ക് തരണം തമ്പുരാന്. അവിടുന്ന് ദുആ ചെയ്യുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുകയാണ്, ആ ദുആ അല്ലാഹു സ്വീകരിച്ചു. ആ സ്വഹാബിക്ക് പടച്ചവനെ ഇറാഖിന്റെ ഗവർണർ സ്ഥാനം മരിക്കുന്നതിന് മുമ്പ് കിട്ടിയെന്ന് ചരിത്രം പറയുകയാ. മഹാനവറുകൾ അവിടുന്ന് ദുആ ചെയ്യുകയാണ്. പിന്നെ രണ്ടാമത് ദുആ ചെയ്തതാരെന്നറിയുമോ? അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ലാ തുമിത്നി ഹത്താ തുവല്ലൈനി തുവൈലിൽ ഹിജാസ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ദുആ ചെയ്യുന്നു, നാദാ, ഈ മക്കയുടെയും മദീനയുടെയും അധികാരം എനിക്ക് തരണേ തമ്പുരാനെ. ഈ മക്കയുടെയും മദീനയുടെയും അധികാരം എനിക്ക് വേണം പടച്ചവനെ. എനിക്ക് ഇതിന്റെ ഗവർണറാകാൻ അല്ലാഹുവേ, എനിക്ക് മരിക്കുന്നതിന് മുമ്പ് ഭാഗ്യം തരണേ അല്ലാ. പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്തിരുന്നു കൊണ്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്യുകയാണ്. ചരിത്രം പറയുന്നു, ആ ദുആയും അല്ലാഹു സ്വീകരിച്ചു. അവിടുന്ന് അതിനുള്ള ഭാഗ്യം കൊടുത്തു. മക്കയുടെയും മദീനയുടെയും അധികാരം അല്ലാഹു മരിക്കുന്നതിന് മുമ്പേ കൊടുത്തു. മൂന്നാമത്തെ മനുഷ്യനാരാ? അബ്ദുല്ലാഹി ഇബ്നു മാലിക് ഇബ്നു മർവാൻ റളിയല്ലാഹു തആല അൻഹു. ആ മഹാനാണ് പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്തിരുന്നിട്ട് അവിടുന്ന് ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ലാ തുമിത്നി ഹത്താ മാ ബൈന മശ്രിഖി വൽ മഗ്രിബ്. അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് പടച്ചവനെ എനിക്ക് അധികാരം തരണേ അല്ലാ. മശ്രിഖിന്റെയും മഗ്രിബിന്റെ ഇടയിലുള്ള ആ സ്ഥലമുണ്ടല്ലോ, അതിന്റെ അധികാരം എനിക്ക് മരിക്കുന്നതിന് മുമ്പേ തരണേ തമ്പുരാന്. അവിടുന്ന് 3 പേരും അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ചരിത്രം പറയുന്നു, 3 പേരുടെയും ദുആ അല്ലാഹു സ്വീകരിച്ചു. 3 പേർക്കും അധികാരം കൊടുത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നിട്ട് എന്തിനാണ് അവരാരും അധികാരത്തെ ആഗ്രഹിച്ചതിന്റെ പേരിലല്ല, ആ അധികാരം നേടിയിട്ട് വലിയവനാണെന്ന് നെളിഞ്ഞു നടക്കാനല്ല, അവരധികാരത്തെ മോഹിച്ചിട്ടല്ല, ഈ ദുനിയാവിന്റെ ആഡംബരത്തെ ആഗ്രഹിച്ചിട്ടല്ല. പിന്നെ എന്തിനാണ് അവര് ദുആ ചെയ്തത്? ഇവര് 3 പേരും പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്നിട്ട് ഒരാൾ പറഞ്ഞു, എനിക്ക് ഇറാഖിന്റെ ഗവർണറാകണം. അല്ലാഹു ആ ഭാഗ്യം കൊടുത്തു. രണ്ടാമത്തെ ആള് പറഞ്ഞു, പടച്ചവനെ, മക്കയുടെയും മദീനയുടെയും അധികാരം എനിക്ക് വേണം. അവിടെ നിന്ന് കൊടുത്തു.
മൂന്നാമത്തത് മർവാൻ മഹാനവറുകളുടെ ചരിത്രം എടുത്തു നോക്ക്. വലിയ ഭരണാധികാരികളിൽപ്പെട്ട ഒരു വലിയ അവിടുന്ന് 4 ഭൂഖണ്ഡങ്ങളോളം എൻ്റെ പ്രിയപ്പെട്ടവരെ ഭരിക്കാനുള്ള ഒരു അവസരം ചരിത്രം അള്ളാഹു കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അപ്പൊ അവരധികാരം ആഗ്രഹിച്ചത് ഇന്നത്തെ പോലൊന്നുമല്ല. ഇന്നിപ്പോ അധികാരം ആഗ്രഹിക്കുന്നത് വേറെ പല കാര്യങ്ങൾക്കാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നിപ്പോൾ നമ്മുടെ ഇലക്ഷനൊക്കെ പടിവാതിൽ വന്ന് നിൽക്കുമ്പോൾ സ്ഥാനാർത്ഥിമാർ 2 പേര് ഇവിടെ ഇരിക്കുമ്പോൾ ചില കാര്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കാനുണ്ട്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇലക്ഷൻ കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അൻസാരി സാഹിബല്ലേ ഇനി ഉള്ളത്? ഇല്ല, 3ാമത്തെ സ്ഥാനാർത്ഥി നമ്മുടെ ഇവിടുത്തെ. എന്താ അൻസാരി എന്നല്ലേ അദ്ദേഹം പോലെ 4 പേരുണ്ടില്ല. എന്താ അൽഹംദുലില്ലാ. അപ്പം അൻസാരി ആണെന്ന് പിന്നെ നൗഷാദ് എന്താ നവാസ് എല്ലാവരും ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. 4 പേരെയും കൂടെ ഇതുപോലെ കിട്ടത്തില്ലല്ലോ. അൽഹംദുലില്ലാ. അള്ളാഹു ഇവരിൽ ആർക്കാണോ ഖൈർ ഇത് കേട്ടിട്ട് തീരുമാനിക്കുക. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആമീൻ പറ. എന്തെങ്കിലും മടിയണ്ട. പള്ളിയിലെ ഇമാമല്ലേ, പറയേണ്ടത് പറയണമല്ലോ. ഖതീബ് എന്ന രീതിയിൽ എനിക്കൊരു ചുമതലയുണ്ട്. 2 പേരും കമ്മിറ്റിക്കാരാ. ഇത് പറഞ്ഞതിൻ്റെ പേര് ഇപ്പം നമ്മളല്ല അള്ളാഹുടെ അൽഹംദുലില്ലാ വളരെ സന്തോഷം. എല്ലാവരുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട്. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവരാരും ഈ 4 സഹാബികൾ ഈ മഹാന്മാർ അധികാരം ഇഷ്ടപ്പെട്ടിട്ടല്ല. ഇന്ന് അധികാരം നമ്മൾ പലരും ഇഷ്ടപ്പെടുന്നുണ്ട്. എങ്കിലൊരു ഭരണാധികാരിക്ക് വേണ്ട ഗുണമെന്താ? അതാ മനസ്സിലാക്കണ്ടേ. ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ട ഗുണമുണ്ട്. അതുപോലെ സ്ഥാനാർത്ഥിക്ക് തിരഞ്ഞെടുക്കുന്നവർക്കും നമുക്കും ചില ബാധ്യതകളുണ്ട്. ചുമ്മാതെ പോയിട്ട് കുത്തിയിട്ട് വന്നാൽ പോരാ. ഏതെങ്കിലും ഒരു ചിഹ്നം കാണും, ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്, കറക്കി കുത്തണ പോലെ ഏതെങ്കിലും കുത്തിയാ പോരാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഭരണാധികാരിക്ക് വേണ്ട ഗുണമെന്താ? അല്ലാഹുവേ, ഒരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ട ഗുണമെന്തെന്നറിയുമോ? സഹാബത്തിന്റെ ചരിത്രങ്ങൾ എടുത്ത് വായിച്ചു നോക്കണം. ഇസ്ലാം പറയുന്ന ചില ഗുണങ്ങളുണ്ട്. ആ ഗുണമാണ് ഓരോ സ്ഥാനാർത്ഥികൾക്കും വേണ്ടത്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ രാജ്യം ഭരിക്കുന്ന കാലഘട്ടമുണ്ടല്ലോ. ഇസ്ലാമിന്റെ 2ാമത്തെ ഖലീഫയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ആ ഉമർ തങ്ങൾ പടച്ചവനെ വല്ലാത്ത ഭയമാ. ആ ഉമർ തങ്ങൾക്ക് വല്ലാത്ത ഭയമായിരുന്നു. ഉമർ തങ്ങൾ കരയുമായിരുന്നു. യൂഫ്രട്ടീസ് നദിയുണ്ടല്ലോ, ആ നദിയുടെ ചാരത്തെങ്ങാണം കഴിക്കാൻ ഭക്ഷണമില്ലാതെ ഒരു മൃഗമെങ്ങാണം അവിടെ കിടന്നു മരിച്ചുപോയാ അതിനെക്കുറിച്ച് പോലും അള്ളാഹു എന്നോട് നാളെ വിചാരണ ചെയ്യുമെന്ന് പേടിച്ച് ജീവിച്ചിരുന്ന സ്വഹാബിയാ. അങ്ങനെ ജീവിച്ചിരുന്ന ഖലീഫയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ആ ഉമറിന്റെ ഭരണമാണ് നമ്മുടെ രാഷ്ട്രപിതാവ് പോലും ആഗ്രഹിച്ചു പോയത്. അതായിരുന്നു സഹോദര ഉമർ തങ്ങളുടെ ഭരണം. അങ്ങനെയായിരുന്നു. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ രാത്രി കാലങ്ങളായാൽ അവിടുന്ന് തന്റെ ജനങ്ങളുടെ വിശേഷം തിരക്കി നടക്കുകയാണ്. രൂപം മാറിയിട്ട് തിരിച്ചറിയാതിരിക്കാൻ ഉമർ തങ്ങൾ ഇങ്ങനെ തെരഞ്ഞു നടക്കുമായിരുന്നു. അതുപോലെ ഒരു രാജ്യത്തേക്ക്, ഒരു നാട്ടിലേക്ക് ഒരു ഗവർണറിനെ വിട്ടുകഴിഞ്ഞാൽ അവിടെ ചെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഗവർണറെ കുറിച്ച് നാട്ടുകാരോട് ചോദിക്കുമായിരുന്നു. അങ്ങനെ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ എൻ്റെ പ്രിയമുള്ളവരെ സിറിയ എന്ന് പറയുന്ന നാട്ടിലേക്ക് കടന്നുപോയി. അവിടുത്തെ ഗവർണർ ആരാണ്? മഹാനായ സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഗവർണറാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നാട്ടുകാരെ മുഴുവനും വിളിച്ചുകൂട്ടി. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ ജനങ്ങളെ മുഴുവനും വിളിച്ചുകൂട്ടി കേട്ട് നാട്ടുകാരോട് ചോദിച്ചു, നിങ്ങളുടെ ഗവർണറെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? സഈദ് ഇബ്നു ആമിറിനെ കുറിച്ച് നിങ്ങൾക്ക് വല്ല പരാതിയുമുണ്ടോ? എന്ത് പരാതി ഉണ്ടെങ്കിലും നിങ്ങൾ എന്നോട് പറയുക. സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു വല്ലാത്ത സഹാബിയാണ്. ആ സ്വഹാബിയുടെ ജീവിതം വല്ലാത്തതാണ്. മുത്തുനബി വല്ലാതെ സ്നേഹിച്ചിരുന്ന സ്വഹാബിയാണ്. ആമിർ റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഗവർണറാണ്. നാട്ടുകാരോട് ചോദിച്ചു, എങ്ങനെയാണ് ഭരണം നടത്തുന്നത്? ഉമർ തങ്ങൾ അവിടെ ചെന്നിട്ട് ആ സിറിയയിലുള്ള ആൾക്കാരെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാനിവിടെ ഒരാളെ ഗവർണറാക്കി നിർത്തിയിട്ടുണ്ട്, സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു. എന്താണ് നിങ്ങളുടെ ഭരണാധികാരിയെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? അങ്ങനെ ജനങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി. അന്ന് പിന്നെ പേടിയൊന്നുമില്ല. പറയും ഇസ്ലാമിക ഭരണമാണ്.
എല്ലാവരും നാട്ടുകാരെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാ, നല്ല ഭരണമൊക്കെ തന്നെ, പക്ഷെ ഒരു 4 പോരായ്മയുണ്ട്. ജനങ്ങൾ പറഞ്ഞു കൊടുത്തത് സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹുവിന് 4 പോരായ്മകളുണ്ട്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ജനങ്ങൾ തന്റെ ഖലീഫയെ കുറിച്ച്, ജനങ്ങൾ തന്റെ ഗവർണറായ തന്റെ ഭരണാധികാരിയെ കുറിച്ച് ജനങ്ങളെ 4 പരാതിയുണ്ടെന്ന് പറഞ്ഞപ്പോ, അല്ലാഹുവേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിക്കുകയാണ്. എല്ലാവരെയും ജനങ്ങളെ മുഴുവനും വിളിച്ചുകൂട്ടി. എന്നിട്ട് അവിടെ നിന്ന് വിളിച്ചിട്ട് എല്ലാവരെയും ഖലീഫ എല്ലാ ആൾക്കാരെയും വിളിച്ചുകൂട്ടി. എന്നിട്ട് അവിടെ നിന്ന് ചോദിച്ചു, എന്താണ് പറ, ഒന്നാമത്തെ പരാതി എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഓരോ ഭരണാധികാരികൾ, ഇന്നത്തെ ഓരോ സ്ഥാനാർത്ഥികൾ, ഓരോ മനുഷ്യനും പഠിക്കേണ്ട 4 കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടെ നിന്ന് ജനങ്ങൾ പറയുന്നു, സഈദ് ഇബ്നു ആമിറിനെ കുറിച്ച് പറയുന്ന ഒന്നാമത്തെ പരാതി എന്തെന്നറിയുമോ? അതാ പകലുണ്ടല്ലോ, ഞങ്ങളുടെ കാര്യങ്ങളിലേക്ക് കടന്നു വരുമ്പോ എല്ലാ ദിവസവും താമസിച്ചാണ് കടന്നു വരുന്നത്. ഖലീഫയോട് പരാതി പറയുകയാണ്, ഗവർണറിനെ കുറിച്ച് പരാതി പറഞ്ഞു കൊടുക്കുകയാണ്. എല്ലാ ദിവസവും രാവിലെ താമസിച്ചിട്ടാണ് ഞങ്ങളുടെ കാര്യങ്ങളിലേക്ക് കടന്നു വരുന്നത്. അല്ലാഹുവേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയാണല്ലോ. ജനങ്ങൾ അവിടെ നിന്ന് പരാതി പറഞ്ഞപ്പോ സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹുവിനെ ആ ജനങ്ങളുടെ മുന്നിൽ പിടിച്ചു നിർത്തിയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിക്കുകയാ, ഇവര് പറയുന്നത് സത്യമാണോ? എല്ലാ ദിവസവും രാവിലെ താമസിച്ചാണ് നിങ്ങൾ വരുന്നതെന്ന് ഇവര് പറയുന്നല്ലോ, അതിന്റെ കാരണം എന്തെന്ന് ചോദിക്കുമ്പോ സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറയുകയാ, അല്ലാഹുവിൽ സത്യം, ഇത് പറയാൻ എനിക്ക് ആഗ്രഹമില്ല, പക്ഷേ നിങ്ങൾ ചോദിക്കുമ്പോ പറയണമല്ലോ, ഇസ്ലാമിന്റെ ഭരണാധികാരിയാണല്ലോ, അതുകൊണ്ട് ഇവരുടെ മുന്നിൽ എനിക്കതിന്റെ കാരണം പറയണമല്ലോ. മഹാനായ സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു ഒരു നാടിന്റെ ഗവർണറാണ്, സിറിയ എന്ന് പറയുന്ന നാടിന്റെ ഗവർണറാണ്. അല്ലാഹുവേ, പറഞ്ഞ ഒന്നാമത്തെ മറുപടി എന്തെന്നറിയുമോ? എന്റെ വീട്ടിൽ വേലക്കാരില്ല, എന്റെ വീട്ടിൽ ജോലിക്കാരില്ല. എന്തേ താമസിക്കാനുള്ള കാരണമെന്നറിയുമോ? രാവിലെ എഴുന്നേറ്റ് മാവ് കുഴയ്ക്കും. രാവിലെ ഞാൻ എഴുന്നേറ്റിട്ട് എന്റെ കൈകൊണ്ട് സ്വന്തമായി മാവ് കുഴച്ച് എനിക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ ഉണ്ടാക്കി വെക്കും. അതുകൊണ്ടാണ് ഞാൻ താമസിച്ചു പോകുന്നത്. സ്വന്തം കൈകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കാനാണ്, അല്ലാതെ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ വീടിന്റെ അകത്ത് വേറെ ആരുമില്ല. അതുകൊണ്ട് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ വെളിയിൽ വരുന്നത്. അതുകൊണ്ടാണ് താമസിച്ചു പോകുന്നതെന്ന് മഹാനായ സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു ഒന്നാമത്തെ ചോദ്യത്തിന്റെ മറുപടി പറയുകയാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, രാവിലെ കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കിയതിനു ശേഷം ഒളുവെടുത്തിട്ടാണ് ഞാൻ ജനങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്നത്. ഒന്നാമത്തെ കാര്യത്തിനുള്ള മറുപടി പറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ ജനങ്ങളോട് ചോദിച്ചു, രണ്ടാമത്തെ പരാതി എന്താ? അവിടെന്ന് പറയുകയാ, രാത്രി കാലമെത്തിയാൽ, രാത്രിയായി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് മുഖം തരാറില്ല, ഞങ്ങളുടെ ഗവർണർ ഞങ്ങൾക്ക് മുഖം തരാറില്ല. പകല് മാത്രമേ ഞങ്ങളുടെ കാര്യങ്ങൾക്ക് നടക്കാറുള്ളൂ. രാത്രിയായി കഴിഞ്ഞാൽ പിന്നെ ഗവർണറിനെ കാണാനില്ല. അല്ലാഹുവേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് രണ്ടാമതായിട്ട് മഹാനായ സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാ, ഈ പറയുന്നത് സത്യമാണോ? നീ രാത്രി എവിടെ പോകുന്നു സഈദ്? നീ ഗവർണറല്ലേ, നീ രാത്രി എവിടെയാണ് പോകുന്നത്? ആ സമയത്തും പറഞ്ഞു, അല്ലാഹുവിനെ സത്യം, ഇത് നിങ്ങളോട് പറയാൻ എനിക്ക് ആഗ്രഹമില്ല, ഇതെനിക്ക് പുറത്തു പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല.
എങ്കിലും നിങ്ങൾ ചോദിക്കുമ്പോ പറയണമല്ലോ. അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാ, പകല് മുഴുവനും ഞാൻ ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കും, പകല് മുഴുവനും ഞാൻ ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കും, രാത്രിയായാൽ എന്നെ പടച്ച റബ്ബിന് വേണ്ടി ഞാൻ മാറ്റിവെക്കുന്നതാ. അല്ലാഹുവേ, പകല് മുഴുവനും ഞാൻ നടക്കുമ്പോ എനിക്ക് ഒരുപാട് ഖുർആൻ ഓതാ, ഒരുപാട് ദിക്റുകൾ പറയാ, ഒരുപാട് നമസ്കരിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ, എന്റെ ഉത്തരവാദിത്തമാണല്ലോ. അതുകൊണ്ട് രാത്രിയായി കഴിഞ്ഞാൽ എന്റെ രാത്രി ഞാൻ അല്ലാഹുവിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. അതുകൊണ്ട് രാത്രിയായ ഞാൻ പുറത്തിറങ്ങാത്തത്, എന്നെ ജനങ്ങൾ കാണാത്തത്, രാത്രി ഇബാദത്ത് ചെയ്യുന്നത് കൊണ്ടാണ്. മഹാനായ സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു രണ്ടാമത് പറഞ്ഞ മറുപടി അതാ. മൂന്നാമത് മൃതങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾക്കുള്ള മൂന്നാമത്തെ പരാതി എന്താ? ഒരു ഭരണാധികാരിയെ കുറിച്ച് തന്റെ ജനത പറയുന്ന മൂന്നാമത്തെ പരാതി എന്തെന്നറിയുമോ? മാസത്തിൽ ഒരു ദിവസം ഈ മനുഷ്യനെ ഞങ്ങൾക്ക് കാണാൻ കഴിയില്ല. മാസത്തിലെ ഒരു ദിവസം ഈ മനുഷ്യൻ വീടിന് പുറത്തിറങ്ങാറില്ല. പടച്ചവനെ, ഞങ്ങൾ ആരും അവിടെ നിന്ന് കണ്ടിട്ടില്ല. മാസത്തിൽ ഒരു ദിവസം ഗവർണർ വീടിന്റെ പുറത്തിറങ്ങാറില്ല. ജനങ്ങൾ അവിടെ നിന്ന് പരാതി പറയുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് ചോദിക്കുകയാണ്, ഒരു ദിവസം, മാസത്തിൽ ഒരു ദിവസം നിങ്ങൾ എവിടെയാണ്? എന്തേ ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങി വരാത്തത്? അപ്പോഴും പറഞ്ഞു, അല്ലാഹുവേ, ഇത് പറയാൻ എനിക്ക് ആഗ്രഹമില്ല, എങ്കിലും നിങ്ങൾ ചോദിക്കുന്നത് കൊണ്ട് പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഒരു നാടിന്റെ ഗവർണറായ സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു അതാ ഖലീഫയോട് പറയുകയാണ്, മൂന്നാമതായിട്ടുള്ള ചോദ്യത്തിന്റെ ഉത്തരം പറയുകയാ. മാസത്തിലെ ഒരു ദിവസം നിങ്ങൾ എന്തേ വീടിന് പുറത്തിറങ്ങാത്തത്? അവിടെന്ന് പറയുന്നു, അമീറുൽ മുഅ്മിനീൻ, എനിക്കൊരു ജോഡി വസ്ത്രമേ ഉള്ളൂ, എനിക്കൊരു ജോഡി വസ്ത്രമേ ഉള്ളൂ. അല്ലാഹുവേ, ആ ഒരു ജോഡി വസ്ത്രം ഞാൻ കഴുകി വൃത്തിയാക്കി ഉണക്കുന്ന സമയമാണ് എൻ്റെ വീടിൻ്റെ അകത്തിരിക്കുന്നത്. തനിക്കുണ്ടായിരുന്ന വസ്ത്രം കഴുകാനാളില്ല. ആ വസ്ത്രം കഴുകി ഉണക്കിയിട്ട് വേണം എനിക്ക് ധരിക്കാനില്ലാത്തത് കൊണ്ടാണ് ഒരു ദിവസം എൻ്റെ വീടിൻ്റെ അകത്തിരിക്കുന്നത്. ആ വസ്ത്രം ഉണങ്ങിയതിന് ശേഷമാണ് ഞാൻ വീടിൻ്റെ പുറത്തിറങ്ങുന്നതെന്ന് ഒരു നാടിൻ്റെ ഗവർണർ അവിടെ നിന്ന് പറയുമ്പോ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരുടെ കണ്ണുകൾ നിറയുകയാണ്. സഹാബത്ത് എല്ലാവരുടെ കണ്ണുകൾ നിറയുകയാണ്. പടച്ചവനെ, നാലാമതായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ജനങ്ങളോട് ചോദിച്ചു, നിങ്ങളുടെ നാലാമത്തെ പരാതി എന്താ? അവിടുന്ന് പറയുന്നു, അമീറുൽ മുഅ്മിനീൻ, ഈ മനുഷ്യന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോധക്ഷയം വരികയാണ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോധം കെട്ടി വീഴുകയാണ്. ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ, ചില യോഗങ്ങളിൽ പങ്കെടുക്കുമ്പോ ഞങ്ങളുടെ ഖലീഫയതാ, ഞങ്ങളുടെ ഗവർണർ ബോധക്ഷയം വന്ന് താഴെ വീഴുകയാ. അല്ലാഹുവേ, എഴുന്നേറ്റ് കഴിഞ്ഞാൽ കരഞ്ഞുകൊണ്ടോടുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോ, ഇടയ്ക്കിടയ്ക്ക് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അവിടെ നിന്ന് ബോധം കെട്ടു പെട്ടെന്ന് താഴെ വീഴും. ബോധം വന്നാ കരഞ്ഞുകൊണ്ട് വീടിൻ്റെ അകത്തേക്ക് ഓടുകയാണ്. അല്ലാഹുവേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് ചോദിക്കുന്നു, സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹുവിനോട് നാലാമതായിട്ട് തൻ്റെ സമൂഹം, തൻ്റെ ജനത അവിടെ നിന്ന് പരാതിയായി പറഞ്ഞ കാര്യം ചോദിക്കുമ്പോ അവിടെ നിന്ന് പറയുന്നു, അല്ലാഹുവിന് സത്യം, ഇത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിലും അമീറുൽ മുഅ്മിനീൻ ചോദിക്കുന്നത് കാരണം അവിടെ നിന്ന് പറയുകയാ, എനിക്ക് ബോധക്ഷയം വരാനുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവേ, മുസ്ലിമാകുന്നതിന് മുമ്പ് ജാഹിലിയ കാലഘട്ടത്തിൽ വിഗ്രഹാരാധന നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകനെ വല്ലാതെ സ്നേഹിച്ചിരുന്ന മഹാനായ റബീ ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകനെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന സ്വഹാബിയാണ് റബീ ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു. ആ സ്വഹാബിയത ജനങ്ങൾ പിടിച്ചു കൊണ്ടുവരികയാണ്. അന്ന്
സഈദ് ഇബ്നു ആമിർ ശത്രുക്കളുടെ ഭാഗത്താണ്. മുസ്ലിമായതിന്റെ പേരിൽ റിബീ ഇബ്നു ആമിർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ഉബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ പിടിച്ചു കൊണ്ടുവരികയാണ്. അല്ലാഹുവേ, എന്നിട്ടതാ ശരീരത്തിൽ നിന്ന് പച്ച ഇറച്ചി അങ്ങ് മുറിച്ചെടുക്കുകയാ. ഉബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ അവർ മുറിച്ചെടുക്കുകയാണ്. ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഹുബൈബിനോട് അവർ പറഞ്ഞു, ഹുബൈബേ, നിന്റെ സ്ഥാനത്ത് മുഹമ്മദ് ആകാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാ വെറുതെ വിടാമെന്ന് ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുമ്പോ അവിടെ നിന്ന് ഹുബൈബ് തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശരീരത്തിൽ ഒരു മുള്ളു കൊള്ളുന്നത് പോലും എനിക്കിഷ്ടമല്ല. മഹാനായ സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബിയായ ഉബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹുവിനെ എന്റെ കണ്ണിന്റെ മുന്നിലിട്ട് പടച്ചവനെ അവർ ശരീരത്തിൽ നിന്ന് പച്ച ഇറച്ചി മുറിച്ചെടുത്തപ്പോ അതാ കഴുകുമരത്തിലിട്ട് കഴുത്തിങ്ങനെ ഞെരുക്കിയിട്ട് കൊല്ലുമ്പോ എനിക്കൊന്ന് സഹായിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ആ രംഗം ഓർമ്മ വരുമ്പോ അല്ലാഹു എനിക്ക് പുറത്തു തരുവോ, അല്ലാഹു എനിക്ക് പുറത്തു തരുവോ? ആ രംഗം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വരുമ്പോ പേടിച്ച് ബോധം കെട്ട് വീണു പോകുന്നതാ. അല്ലാഹുവേ, മഹാനായ സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മറുപടി പറയുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുന്നു, അൽഹംദുലില്ലാഹ്. അവിടുന്ന് കണ്ണ് നിറഞ്ഞു പോവുകയാണ്. പരാതി പറഞ്ഞവര് പോലും കരഞ്ഞുപോയി, പരാതി പറഞ്ഞവര് പോലും കരഞ്ഞുപോയി. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാണിത് പറഞ്ഞതെന്നറിയുമോ? ഇന്നത്തെ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളുണ്ടല്ലോ, ഇന്നത്തെ നമ്മുടെ അധികാരികളുണ്ടല്ലോ, ഈ ഇലക്ഷന് നിൽക്കുന്ന സ്ഥാനാർത്ഥിമാരുണ്ടല്ലോ, അവർക്ക് വേണ്ട ഒന്നാമത്തെ ഗുണമെന്താ? ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ട ഗുണമെന്താ? ഒന്നാമത്തെ ഗുണം, മുഴുവൻ സമയങ്ങളും ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ കഴിയണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലേ, മുഴുവൻ സമയങ്ങളും രാവാണെങ്കിലും പകലാണെങ്കിലും അല്ലേ. മെമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? മെമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ഏതൊരു കാര്യത്തിന് വന്ന് വിളിച്ചാലും മില്ലാണെങ്കിലും കോട്ടാണെങ്കിലും കളഞ്ഞിട്ട് പൊക്കോണം. അതന്നെ. ഏത് കാര്യമാണെങ്കിലും അതിനുള്ള ഉത്തരവാദിത്തം നിസ്സാരമല്ല. നിങ്ങൾ വോട്ട് തന്ന് ജയിപ്പിക്കുമ്പോൾ നിനക്ക് സമയമുണ്ടാകണം. സമയം ഉണ്ടെങ്കിലേ നിൽക്കാവൂ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലേ, അതല്ലേ വേണ്ടത്. തനിക്ക് വോട്ട് തന്ന് വിജയിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കൊള്ളണം, ഏത് കാര്യത്തിന് വിളിക്കുമ്പോഴും ഇറങ്ങിച്ചെല്ലാൻ സമയമുണ്ടാകണം. അല്ലാതെ അധികാരം പേടിച്ച് വീടിൻ്റെ അകത്ത് കയറിയിരിക്കാനാണെങ്കിൽ പറ്റുമോ? പറ്റൂല. രണ്ടാമതായിട്ട് അവിടെ നിന്ന് പഠിപ്പിച്ചു തരുന്ന രണ്ടാമത്തെ കാരണം, ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ട രണ്ടാമത്തെ ഗുണം ലളിതമായ ജീവിതം ഭരണാധികാരികൾക്ക് വേണ്ടതാ. ലളിതമായിട്ടുള്ള ആഡംബരമൊന്നുമില്ല, സ്വന്തം ആഡംബരമില്ലാത്ത ഒരു ജീവിതം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാജ്യം ഭരിക്കുന്നവർക്ക്, ഭരണത്തിലേക്ക് കയറുന്നവർക്ക് വേണ്ട രണ്ടാമത്തെ ഗുണം. 3, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിഹിതമായി ഒന്നും സമ്പാദിക്കാൻ പാടില്ല, കൈക്കൂലി വാങ്ങാൻ പാടില്ല. ഇതൊരു പേപ്പർ, പഞ്ചായത്തിൽ നിന്നൊരു പേപ്പർ റെഡിയാക്കണമെങ്കിലും 500 രൂപ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചോദിക്കുമ്പോൾ പറയും, ഇലക്ഷനൊക്കെ നിന്നപ്പോൾ ഒരുപാട് പൈസയൊക്കെ ചിലവായതല്ലേ. എത്ര അപ്പം ശമ്പളം? ഒരു വാർഡ് മെമ്പർക്ക് എത്ര കിട്ടും? 12,000? 7,500 രൂപ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ട മൂന്നാമത്തെ ഗുണമെന്താ? 1, സമയമുണ്ടാകണം ജനങ്ങളുടെ കാര്യങ്ങൾ അത് നോക്കാൻ. രാവും പകലും നിനക്ക് സമയമുണ്ടാകണം. 2, ലളിതമായിട്ടുള്ള ജീവിതം. ഇപ്പം നല്ല ലളിതമാ. വണ്ടി പോകുന്ന കണ്ട 5 എണ്ണം ഫ്രണ്ടിൽ, 5 എണ്ണം പുറകിൽ. ഇതാ ലളിതമായിട്ടുള്ള ജീവിതം, ഇല്ലേ? ഓ, എന്താ ആലോചിക്ക്, എത്ര എണ്ണ അടിച്ച് കളയുന്നിങ്ങനെ, എന്തെല്ലാം കാണുന്നു. സുബ്ഹാനല്ലാഹ്. എവിടെ ആണെങ്കിലും അസ്റായിൽ കയറി വരുമല്ലോ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അവിടെ ആണെങ്കിൽ അസ്റായിൽ കയറി വരുമല്ലോ. അല്ലേ, ഇന്നത്തെ ഭരണാധികാരിയുടെ വണ്ടിയുടെ മുന്നിൽ മുമ്പിൽ 2 പോലീസ്, പുറകെ 2 പോലീസ് വണ്ടിയെങ്കിലേ പറ്റത്തുള്ളൂ. ഏത് കാര്യമാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂന്നാമത് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കൈപ്പണി വേണം, എന്തെങ്കിലും ഒരു ജോലി. നിനക്കും നിന്റെ കുടുംബത്തിനും കഴിക്കാനുള്ളത്, നിനക്കും നിന്റെ കുടുംബത്തിനും കഴിയാനുള്ളത് നീ തന്നെ ഉണ്ടാക്കണം, അല്ലാതെ പിടിയലല്ല. ഇന്നത്തെ കാലഘട്ടത്തിലൊന്ന് ആലോചിച്ച് നോക്കിയേ. പഞ്ചായത്തിൽ നിന്നൊരു പേപ്പർ, വില്ലേജിൽ നിന്നൊരു പേപ്പർ, അല്ലാ സാറേ 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 എന്ന് വിളിച്ചിട്ട് എല്ലാത്തിൻ്റെ പുറകെ നടക്കണം.
വോട്ട് ചോദിക്കാൻ വരുമ്പോൾ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ഇങ്ങനെ അങ്ങോട്ട് താഴും, സ്ഥാനാർത്ഥിയൊക്കെ അല്ലാ എന്തൊരു കാര്യവും ഒട്ടെണ്ണം കേട്ടോ, എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാനുണ്ട്. ജയിച്ചവിടെ ഇരിക്കുമ്പോൾ ഒന്ന് പോകണം, കണ്ട പരിചയം ആലുവ കടപ്പുറത്ത് കണ്ട പരിചയം പോലും കാണിക്കത്തില്ല. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, സ്ഥാനാർത്ഥികൾക്ക് വേണ്ടത് അധികാരത്തിലേക്ക് വേണ്ടി, അധികാര സ്ഥാനങ്ങളിലേക്ക് കടന്നു പോകുന്നവർക്ക് വേണ്ട ഗുണങ്ങളാണ് ഞാൻ എണ്ണി പറഞ്ഞത്. അള്ളാഹു ആ എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല, ചിലർക്കൊക്കെ കാണും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്കാണ് അള്ളാഹു അധികാരം കൊടുക്കുക. അധികാരം അള്ളാഹുവിൻ്റെ കയ്യിലാണ്, അള്ളാഹുവിൻ്റെ കയ്യിലാണ് അധികാരമുള്ളത്. അതുകൊണ്ട് രണ്ടുപേരോട്, സ്ഥാനാർത്ഥി മത്സരിക്കുന്നവരോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, അധികാരം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു അധികാരം കൊടുക്കും. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ കയ്യിലാണ് അധികാരമുള്ളത്. ആ അധികാരം അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു കൊടുക്കും. എന്തായാലും ഇലക്ഷൻ ഇപ്പോൾ മൊത്തം എത്ര സ്ഥാനാർത്ഥിമാരുണ്ട്? ഇപ്പോൾ 11ാം വാർഡിൽ 5 പേര്. 5 പേരും ജയിക്കുവോ? ജയിക്കുവോ? 5 കുറവാപ്പാ. ഞങ്ങളുടെ കോട്ടൊക്കെ വരണം, അവിടെ പിന്നെ കൂടുതലാണ്. ആകെ 250 വോട്ട് കൊണ്ട് എത്ര സ്ഥാനാർത്ഥിമാരെന്നറിയോ? സുബ്ഹാനല്ലാഹ്. ഇവിടെ പിന്നെ കുറവാണെന്ന് തോന്നുന്നു എനിക്ക്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ അള്ളാഹു പറയുന്നു, വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാഉ ബിയദിക്കൽ ഖൈർ. പരിശുദ്ധമായ ഖുർആൻ എത്ര വ്യക്തമായിട്ട് അള്ളാഹു പറയുന്നറിയോ? അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ അള്ളാഹു പറയുന്നു, അധികാരം എൻ്റെ കയ്യിലാണ്, ഞാൻ ചിലർക്ക് കൊടുക്കും. അള്ളാന്റെ ഖുർആൻ പറയുന്നു, വതുഇസ്സു മൻ തശാ. ആ അധികാരം കൊണ്ട് അള്ളാഹു ചിലർക്ക് ഇസ്സത്ത് കൊടുക്കും. അധികാരം അള്ളാഹു കൊടുത്തിട്ട് ചിലർക്ക് അള്ളാഹു ആ അധികാരം കൊണ്ട് ഇസ്സത്ത് കൊടുക്കും. എത്രയോ പേര് നമ്മൾ കണ്ടിട്ടുണ്ട്. അധികാരം കൊണ്ട് അൽഹംദുലില്ലാ അഭിമാനത്തോടു കൂടി ജീവിച്ച് ഇസ്സത്തോടു കൂടി മരണപ്പെട്ടു പോയി എത്രയോ പേരെ നമുക്കറിയാം. അള്ളാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കുമാറാകട്ടെ. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്നാൽ ഞാൻ ചിലർക്ക് അധികാരം കൊടുക്കും, വതുദില്ലു മൻ തശാ. അതുകൊണ്ട് അവൻ നശിച്ചു പോകും, അവൻ നിന്നിനായി പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇല്ലേ, ചിലർക്ക് അള്ളാഹു അധികാരം കൊടുത്തിട്ട് അവസാനം ഉണ്ടതില്ലെന്നില്ല ജയിലിൽ കിടന്നിട്ട്. ചില മന്ത്രിമാരൊക്കെ ഇപ്പൊ ജയിലിൽ കിടക്കുക. എന്തുകൊണ്ട്? അവൻ പറയുന്നുണ്ടാവും, അള്ളാഹു അന്ന് മന്ത്രി ആവണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു ചിലർക്ക് അധികാരം കൊടുത്തിട്ട് അവരെ ഉയർന്ന പദവിയിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് ഓർമ്മ വരുന്നുണ്ട് നമ്മുടെ അഹമ്മദ് സാഹിബിൻ്റെയൊക്കെ ചരിത്രങ്ങൾ. അള്ളാഹു ഇസ്സത്ത് കൊടുത്ത ആൾക്കാരാ. നമ്മുടെ മുസ്ലിം ലീഗിൻ്റെയൊക്കെ കേന്ദ്രമന്ത്രിയായിരുന്ന അഹമ്മദ് സാഹിബൊക്കെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു എത്രയോ ഉയരങ്ങളിലെത്തി. അവസാനം അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഒരുപാട് പേരുടെ ചരിത്രങ്ങളൊക്കെ വായിച്ചറിവുകളുണ്ട്. അള്ളാഹു അധികാരം കൊടുത്ത് നല്ല നിലയിലായെത്തിച്ചവർ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ഞാൻ അധികാരം കൊടുക്കും. ആ അധികാരത്തിലൂടെ ചിലർ അള്ളാഹു ഉന്നത സ്ഥാനങ്ങളിൽ എത്തിക്കും, ഇസ്സത്ത് കൊടുക്കും. ചിലർക്ക് അധികാരം കൊടുത്തിട്ട് അവസാനം അവനെ നിന്നിനാക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട്, വോട്ട് ചെയ്യുന്നവരോട്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഇന്ന ആൾക്ക് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്കറിയാം, ഓരോ സ്ഥാനാർത്ഥികളെയും നിങ്ങൾക്കറിയാം. അൽഹംദുലില്ലാ, ആരാണോ ഖൈറായിട്ടുള്ളത് അൽഹംദുലില്ലാ അവർ കൂട്ടുകൊടുക്ക്. സമൂഹത്തിനും സമുദായത്തിനും ഉമ്മത്തിനും എല്ലാവർക്കും ഉപകാരപ്പെടുന്നവരെ നിങ്ങൾ തിരഞ്ഞെടുക്ക്. ജയവും പരാജയവും അൽഹംദുലില്ലാ 4 പേരും മുസ്ലിമീങ്ങളായതുകൊണ്ട് ജയവും പരാജയവും അത് അല്ലാഹുവാണ്. അൽഹംദുലില്ലാ. എന്തു വന്നാലും സഹിക്കുക, ക്ഷമിക്കുക. അൽഹംദുലില്ലാ. അള്ളാഹു നമുക്കൊക്കെ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ആരാണോ ഖൈർ, അള്ളാഹു നല്ല വിജയം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരവരെ ഏൽപ്പിക്കുന്ന ബാധ്യതകൾ നല്ല നിലയിൽ നിറവേറ്റാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു 4 പേരും കൂടെ കഅബാലയത്തിന്റെ മുറ്റത്ത് ചെന്നു. 4 പേരും കൂടെ കഅബാലയത്തിന്റെ മുറ്റത്ത് ചെന്നിട്ട് 3 പേരും ദുനിയാവിലെ അധികാരമാണ് അല്ലാഹുവിനോട് ചോദിച്ചത്. ഈ ദുനിയാവിലെ പടച്ചവരെ, ഞങ്ങൾക്ക് നീ അധികാരം തരണേ. ഇറാഖിന്റെ ഭരണാധികാരിയാകണം, മക്കയുടെയും മദീനയുടെയും ഭരണാധികാരിയാകണം. അല്ലാഹുവേ പടച്ചവൻ, ഇസ്ലാമിക ഭൂഖണ്ഡങ്ങളുടെ ഭരണാധികാരികളാകണം. 3 പേരും അവിടെ നിന്ന് ദുആ ചെയ്തു.